സർ, മനുഷ്യ വികസന സൂചികയിൽ രാജ്യത്തിന് മാതൃകയായ കേരളത്തിൽ പോലും വിവിധ പ്രദേശങ്ങൾക്കിടയിൽ വികസനത്തിലും സർക്കാർ സേവനങ്ങളുടെ ലഭ്യതയിലും ഗണ്യമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ്. ജനസംഖ്യാ പിന്നോക്കാവസ്ഥ പരിഗണിക്കുമ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ എല്ലാ ജില്ലകളിലും തുല്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഞാൻ സർ ഈ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ്, അവതരിപ്പിച്ചതിന് ശേഷമാണ് പുതിയ വികസന പദ്ധതികളുടെ വിതരണത്തിലെ പ്രാദേശിക അന്തരം കുറക്കാൻ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അഡ്രസ്സ് ചെയ്യുകയും എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ അസമത്വം മറികടക്കാനാവാത്ത ഒരവസ്ഥയാണ് സർ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, +2 അഡ്മിഷൻ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിൽ ഏകദേശം 72,000-ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥയാണ് സർ ഉള്ളത്. മലബാറിൽ 6 ജില്ലകളിലായി 1,70,735 സീറ്റുകളാണ് സർ നിലവിലുള്ളത്. എന്നാൽ ഈ ജില്ലകളിൽ 2,43,453 കുട്ടികൾ അപേക്ഷകരായുണ്ട് സർ. അതേസമയം മതിയായ കുട്ടികൾ ഇല്ലാത്ത ബാച്ചുകൾ സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിൽ ഉണ്ട് താനും എന്നുള്ളത് ഈ അസമത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനസംഖ്യയിൽ മുന്നിലുള്ള ചില ജില്ലകളിൽ, ഉദാഹരണത്തിന് മലപ്പുറം ജില്ല, സർക്കാർ ആശുപത്രികൾ, ഡോക്ടർമാർ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ ലഭ്യത താരതമ്യേന കുറവാണ്. ഉദാഹരണത്തിന് 2025 ആരോഗ്യ അടിസ്ഥാന പഠനത്തിൽ ഡോക്ടർമാർക്കുള്ള ജനസംഖ്യ ജില്ലകളിൽ ഏകദേശം 3,754 എന്നാൽ മലപ്പുറത്ത് അത് 7,437 എന്നുള്ളത് ഈ അന്തരത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രൊഫഷണൽ കോളേജുകളുടെയും വിതരണം ജില്ലകൾക്കിടയിൽ വലിയ അസന്തുലിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആരോഗ്യരംഗത്ത് ജില്ലാ, താലൂക്ക് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലും കിടക്കകളുടെ എണ്ണത്തിലും വലിയ അന്തരം. CAG-യുടെ 2024 സർ, ഇത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. CAG-യുടെ 2024 ഓഡിറ്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്, പ്രതിശീർഷ ജില്ലാ ആഭ്യന്തര ഉൽപാദനം, നീതി ആയോഗിന്റെ ബഹുതല ആഭ്യന്തര സൂചിക MPI എന്നിവയും ഈ അസന്തുലിതാവസ്ഥ വ്യക്തമായി പറയുന്നുണ്ട്. KSRTC പോലെയുള്ള പൊതുഗതാഗത സേവനങ്ങളിലും മേഖലാതല വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര അനുവദിച്ചപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. 98 സർവീസുകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. പൊതുഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്ത ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. റോഡ് വികസനം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, പദ്ധതികൾ എന്നിവയിലും സമാനമായ അസന്തുലിതാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. വിഭവങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വിതരണം വെക്കുമ്പോൾ ഓരോ ജില്ലകൾക്കും തുല്യമായ പരിഗണനയാണ് പലപ്പോഴും ലഭിക്കുന്നത്. ജില്ലാ കലക്ടർമാർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചത് പ്രകാരം ഓരോ ജില്ലാ കലക്ടർമാർക്കും 50 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുമ്പോൾ വലിയ ജനസംഖ്യയുള്ള ജില്ലകൾക്കും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ലയിലേക്കും കലക്ടർമാർക്കും ഒരുപോലെ ഫണ്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഈ അസന്തുലിതാവസ്ഥ കൂടുതൽ വെളിവാക്കുന്നതിന് വേണ്ടി പറയുന്ന ഏറ്റവും വലിയ മറ്റൊരു കാരണം കൂടിയാണ്. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സംവിധാനങ്ങളിലും പ്രാതിനിധ്യത്തിലും പ്രാദേശിക അസന്തുലിതാവസ്ഥ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ സർക്കാർ അടിയന്തരമായി ജില്ലാതല വികസന അസമത്വങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ പഠനം നടത്തണമെന്നും ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത മേഖലകളിൽ ജനസംഖ്യാനുപാതത്തിലുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും വേണം. പ്രാദേശിക വികസന സമത്വ കമ്മീഷൻ രൂപീകരിച്ച് റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കുന്ന സംവിധാനം സർ ഏർപ്പെടുത്തണമെന്നും ജില്ലാ, താലൂക്ക്, വില്ലേജ് പഞ്ചായത്തുകൾ എന്നിവ ജനസംഖ്യക്കനുസരിച്ച് പുനഃക്രമീകരിക്കണമെന്നുമുള്ള ഒരാവശ്യമാണ് സർ ഞാൻ ഈ സദസ്യണിക്കലൂടെ പറയുന്നത് സർ. പിന്നാക്ക പ്രദേശങ്ങൾക്കായി പ്രത്യേക വികസന പാക്കേജ് പ്രഖ്യാപിക്കണം സർ. കൂടാതെ വികസന പദ്ധതികളുടെ ജില്ലാതല വിലയിരുത്തലിനും സമതുലിതമായ വിഭവ വിതരണത്തിനും വേണ്ടി ഒരു സ്ഥിരം സംവിധാനം രൂപീകരിക്കേണ്ടതുണ്ട് സർ. കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് ജനങ്ങളെ കേട്ട് വികസനങ്ങൾ നേരിട്ടെറിഞ്ഞ പ്രതിഭാധനനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും പരിണിതപ്രജ്ഞനായ
കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റു മന്ത്രിമാരും നേതൃത്വം നൽകുന്ന ഈ സർക്കാരിൽ നിന്ന് ഏറെ പ്രതീക്ഷയാണ് ഈ കാര്യത്തിലൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സർക്കാരിന്റെ സേവനങ്ങളും വികസന ഫലങ്ങളും തുല്യമായി അനുഭവിക്കുക എന്ന് പറയുന്നത് നീതിയുടെ ഭാഗമാണ് സർ. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഈ ശ്രദ്ധ ക്ഷണിക്കലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിഭവങ്ങളുടെ വിതരണത്തിലും സന്തുലിതാവസ്ഥ ഉറപ്പാക്കി സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും സർക്കാർ സേവനങ്ങളും വികസന ഫലങ്ങളും തുല്യമായി ലഭ്യമാക്കി സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം തുടങ്ങിയ സമസ്ത മേഖലകളിലും ജനസംഖ്യ, പിന്നോക്കാവസ്ഥ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയവ സമഗ്രമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നയസമീപനമാണ് ഈ സർക്കാരിൻ്റേത്. വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം മൂലമുണ്ടാകുന്ന പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പ്രായോഗിക നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ്, വയനാട്, ഇടുക്കി, കുട്ടനാട് പാക്കേജുകൾ കാര്യക്ഷമമായി നടപ്പാക്കുകയും വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കും തീരദേശ മലയോര മേഖലയിലെ ജനസമൂഹത്തിനും പര്യാപ്തമായ വിഹിതം ഉറപ്പാക്കുന്നതും ചെയ്യുന്നതാണ്. ആദിവാസി സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നൈപുണ്യ വികസനം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശീയ വിജ്ഞാന മേഖലയും എന്ന പ്രധാന സംരംഭവും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത് വയനാട് ഉൾപ്പെടെയുള്ള പിന്നോക്ക ജില്ലകളിലെ വിദ്യാഭ്യാസ ഗവേഷണ സാധ്യതകൾക്ക് പുതിയ ദിശ നൽകുന്നതാണ്. സാർ, ഈ സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിൻ്റെ ഭാഗമായി ട്രൈബൽ കെയർ യൂണിറ്റ്, കോസ്റ്റൽ കെയർ യൂണിറ്റ്, അതായത് ട്രൈബൽ മേഖലയിൽ ആരോഗ്യത്തിന് പ്രത്യേകമായ ട്രൈബൽ കെയർ യൂണിറ്റ്, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കോസ്റ്റൽ കെയർ യൂണിറ്റ്, ഇതെല്ലാം അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് കൈക്കൊള്ളുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നോക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും എല്ലാ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലും സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മെമ്പർ ഉന്നയിച്ച കാര്യത്തിന് പരിഹാരം ഉണ്ടാവും. ചോദ്യം. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷകരമായി കിട്ടുന്നൊരു മറുപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ സർ, ഈ മുഖ്യമന്ത്രി പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നോക്ക പ്രദേശങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അവർ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ കാരണങ്ങൾ പഠിച്ച് എത്രയും പെട്ടെന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠിച്ച് ആ കമ്മീഷന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയബന്ധിതമായി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ചോദ്യം വളരെ പ്രധാനമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് ഈ കമ്മീഷൻ രൂപീകരിച്ച് അതിൻ്റെ നടപടികൾ ആരംഭിച്ച് റിപ്പോർട്ട് സ്വീകരിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നടക്കുന്നതാണ്.